ഇടുക്കി പീരുമേട്ടിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി സ്ത്രീ മരിച്ചു. പീരുമേട് തോട്ടാപുരയിൽ താമസിക്കുന്ന മലബണ്ടാരം വിഭാഗത്തിൽപ്പെട്ട സീതയാണ് കൊല്ലപ്പെട്ടത്. വനവിഭവങ്ങൾ ശേഖരിക്കാൻ സീതയും ഭർത്താവും 2 കുട്ടികളും കാട്ടിൽ പോയ സമയത്താണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ സീതയുടെ ഭർത്താവ് ബിനുവിന് പരിക്കേറ്റു. രാവിലെ വണ്ടിപ്പെരിയാറിൽ തോട്ടം തൊഴിലാളികൾക്കും കാട്ടാന ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റു. ഇന്നുച്ചയോടെ വനവിഭവങ്ങൾ ശേഖരിക്കാനാണ് സീതയും ഭർത്താവും 2 കുട്ടികളും വനത്തിലേക്ക് പോയത്. വനമേഖലയോട് ചേർന്ന പീരുമേട് തോട്ടപ്പുരയ്ക്ക് സമീപത്താണ് ഇവർ താമസിക്കുന്നത്. ഇതിന് തൊട്ടു താഴെയുള്ള വനമേഖലയിലേക്കാണ് സീതയും കുടുംബവും പോയത്. മുൻപിൽ പോയ സീതയെ കൊമ്പൻ ആക്രമിക്കുകയായിരുന്നു. സീതയുടെ തലയ്ക്കാണ് ഗുരുതര പരിക്കേറ്റത്. പിന്നീട് സീതയെ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് മരണം സംഭവിച്ചത്. ഭർത്താവ് ബിനുവിനെയും കാട്ടാന ആക്രമിച്ചു. ഞാനും എൻ്റെ ഭാര്യയും 2 പിള്ളേരുമാണ്. കുട്ടികൾക്ക് കാര്യം പരിക്കൊന്നുമില്ല. കുട്ടികൾ പുറകിലായിരുന്നു. അവർ കണ്ടത് മാത്രമേ ഉള്ളൂ. ഇവളെ തട്ടി എറിയുന്ന കണ്ടപ്പോൾ ഞാൻ ആന മുമ്പിലോട്ട് ചാടിക്കൊടുത്ത അന്നപ്പോൾ എന്നെ എടുത്തത്. ബിനുവും മക്കളും ചേർന്നാണ് സീതയെ ചുമന്നുകൊണ്ട് കാടിന് പുറത്തെത്തിച്ചത്. പീരുമേട് തോട്ടാപുരയിലും പരിസര പ്രദേശങ്ങളിലും നാളുകളായി കാട്ടാന ജനവാസ മേഖലയിൽ ഇറങ്ങി വ്യാപക കൃഷിനാശമാണ് വരുത്തുന്നതെങ്കിലും ആദ്യമായിട്ടാണ് അക്രമത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നത്. രാവിലെ തന്നെ മഴയാണെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ പറമ്പിൽ ആനയാണ്. അതുപോലെ തന്നെയാണ് ഇന്ന് നമ്മുടെ ചേച്ചി കാട്ടിലേക്ക് പോയ സമയം കാട്ടിൽ പോയിട്ടാണ് സാധനങ്ങളെല്ലാം ഞാൻ ശേഖരിക്കുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ആന വരികയും ആന ഓടിക്കുകയും അതിനോടൊപ്പം ആ ചേച്ചി ആന തട്ടി മാറ്റി വലിച്ചെറിയുകയും അത് അങ്ങനെ തന്നെ ചേച്ചി കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ആ സാഹചര്യമാണ്. കാട്ടാന ആക്രമണം തടയാത്തതിൽ വനം വകുപ്പിനെതിരെ CPIM-ഉം കോൺഗ്രസും പ്രതിഷേധം തീർത്തു. ഇരുവിഭാഗങ്ങളും കൊല്ലം തേനി ദേശീയപാത ഉപരോധിച്ചു. മരിച്ച സീതയുടെ മൃതദേഹം പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. പരിക്കേറ്റ ഭർത്താവ് പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. രാവിലെ വണ്ടിപ്പെരിയാർ മൗണ്ട് എസ്റ്റേറ്റിലാണ് കാട്ടാന തോട്ടം തൊഴിലാളിയായ അന്തോണിസ്വാമിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. തുമ്പിക്കൈക്ക് അടിച്ച് അന്തോണിസ്വാമിയെ ചുഴറ്റിയെറിയുകയായിരുന്നു. പിന്നീട് തൊഴിലാളികൾ ബഹളം വെച്ചാണ് കാട്ടാനയെ തുരത്തിയത്. മൂടൽമഞ്ഞും മഴയും ഉണ്ടായിരുന്നതിനാൽ കാട്ടാനയെ തൊഴിലാളികൾ കണ്ടില്ല. തലയ്ക്കും കാലിനും കൈക്കും ഗുരുതര പരിക്കേറ്റ അന്തോണിസ്വാമി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വണ്ടിപ്പെരിയാർ സത്രം മേഖലയിലും കാട്ടാന ശല്യം അതിരൂക്ഷമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇടുക്കി ജില്ലയിൽ ഇന്നുണ്ടായ 2 കാട്ടാന ആക്രമണങ്ങളും മുറിഞ്ഞപ്പുഴ ഫോറസ്റ്റ് റേഞ്ചിലാണ് ഉണ്ടായത്. ന്യൂസ് മലയാളം, ഇടുക്കി.